ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി. ഹരിപ്രിയേ പ്രണമാമി. ഹരിപ്രിയേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, ഏവർക്കും സാദര നമസ്കാരം. എല്ലാവർക്കും ശ്രീധരീയം ഭാഗവത പഠന സത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീധരീയം ഭാഗവത പാഠം 24 ആണ് പഠിക്കുന്നത്. ഭാഗവത മാഹാത്മ്യം 1-ാം അധ്യായത്തിലെ ശ്ലോകങ്ങൾ 48, 49 ശ്രദ്ധയോടുകൂടി പഠിക്കാം. ഉൽപ്പന്നാദ്രവിടേ സാഹം വൃദ്ധിം കർണാടകേ ഗദാ ക്വചിൽ ക്വചിൽ മഹാരാഷ്ട്രേ ഗുർജരേ ജീർണതാം ഗതാ. ഉൽപ്പന്നാദ്രവിടേ സാഹം വൃദ്ധിം കർണാടകേ ഗദാ ക്വചിൽ ക്വചിൽ മഹാരാഷ്ട്രേ ഗുർജരേ ജീർണതാം ഗതാ. തത്ര ഘോരകലേറിയോഗാൽ പാഖണ്ഡൈഃ ഖണ്ഡിതാംഗകാ ദുർബലാഹം ചിരം യാതാ പുത്രാഭ്യാം സഹ മന്ദതാം.
തത്ര ഘോരകലേറിയോഗാൽ പാഖണ്ഡൈഃ ഖണ്ഡിതാംഗക ദുർബലാഹം ചിരം യാതാ പുത്രാഭ്യാം സഹ മന്ദതാം. ഈ രണ്ട് ശ്ലോകങ്ങളിലെ പദങ്ങളും അവയുടെ അർത്ഥവും സാമാന്യമായ വിവരണങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ഉൽപ്പന്നാദ്രവിഡേ സാഹം വൃദ്ധിം കർണാടകേ ഗതാ ക്വചിത് ക്വചിത് മഹാരാഷ്ട്രേ ഗുർജരേ ജീർണതാം ഗതാ. തത്ര ഘോരകലേഃ യോഗാൽ പാഖണ്ഡൈ ഖണ്ഡിതാംഗക ദുർബലാഹം ചിരം യാതാ പുത്രാഭ്യാം സഹ മന്ദതാം. വളരെ ലളിതമായിട്ടുള്ള പദങ്ങളാണ് ഈ ശ്ലോകങ്ങളിൽ ഉള്ളത്. ഉൽപ്പന്ന ദ്രവിഡേ, വളരെ ലളിതമാണ്. ഉൽപ്പന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു എന്നർത്ഥം ഇവിടെ, അല്ലെങ്കിൽ ഉത്ഭവിച്ചു, ജനിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ഉൽപ്പന്ന ദ്രവിഡേ, ദ്രവിഡേ എന്ന് പറയുമ്പോൾ ദ്രവിഡ രാജ്യത്തിൽ അല്ലെങ്കിൽ ദ്രാവിഡം എന്ന് നമ്മൾ പറയാറില്ലേ, ആ ദ്രാവിഡത്തിൽ ജനിച്ചു. ചാഹം ച അഹം ചാഹം വൃദ്ധിം കർണാടകേ ഗതാ, മഹാരാഷ്ട്ര കർണാടകത്തിൽ വളർന്നു എന്നാണ് അർത്ഥം. എങ്ങനെയാ? ചാഹം വൃദ്ധിം കർണാടകേ, വൃദ്ധിം വളർന്നു, കർണാടകേ കർണാടകത്തിൽ വളർന്നു. ഗതാ ക്വചിത് ക്വചിത് മഹാരാഷ്ട്രേ, പിന്നെ മഹാരാഷ്ട്രത്തിൽ ചിലയിടങ്ങളിലും പുഷ്ടി എനിക്കുണ്ടായി. ക്വചിത് ക്വചിത് മഹാരാഷ്ട്രേ, മഹാരാഷ്ട്രത്തിലെത്തി, അവിടെ ചിലയിടങ്ങളിലും എനിക്ക് പുഷ്ടിയുണ്ടായി. അവിടെയൊക്കെ ഞാൻ കുറേശ്ശെയായിട്ട് വളർന്നു വന്നു. കർണാടകത്തിൽ വളർന്നു, കർണാടക രാജ്യത്തിൽ വളർന്നു, മഹാരാഷ്ട്രത്തിൽ ചിലയിടങ്ങളിലൊക്കെ എനിക്ക് പുഷ്ടിയുണ്ടായി, വളർച്ചയുണ്ടായി. ഗുർജര രാജ്യത്തിൽ ഞാൻ ജീർണയായി. പദങ്ങൾ ശ്രദ്ധിക്കുക. എന്താ? ഗുർജരേ ജീർണതാം ഗതാ. ഗുർജരേ, ഗുർജര എന്ന ആ വാക്ക് ശ്രദ്ധിക്കുക. ഗുർജര, ഗുർജര എന്ന് പറഞ്ഞാൽ ഗുർജര രാജ്യത്തിൽ, ഗുർജരത്തിൽ എന്നാണ് അർത്ഥം. ഗുർജര എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുജറാത്ത് എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗുർജരയിൽ ഞാൻ ജീർണയായി, ഗുജറാത്തിൽ ഞാൻ ജീർണിച്ചു എന്ന് പറഞ്ഞാൽ ഭക്തി അവിടെ തീരെ തളർന്നു പോയി. ഞാൻ തളർന്നു പോയി, അവിടെ വെച്ച് ഞാൻ ജീർണിച്ചു. ഗുർജരെ, ജീർണത, ജീർണിക്കുക എന്ന് പറഞ്ഞാൽ നാശോന്മുഖമാവുക, അതിന്റെ ശക്തി മുഴുവൻ നഷ്ടപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. ഗുർജരെ, ഗുജറാത്തിൽ, ഗുർജര എന്ന് പറയുമ്പോൾ അപ്പോഴിവിടെ ഗുജറാത്ത് എന്നാണ് അർത്ഥം. ജീർണത ഗത. തത്ര ഘോരകലേറിയോഗാൽ, അവിടെ ഭയങ്കരനായ കലി ബാധിച്ചതിനാൽ, ഇവിടെ ഗുജറാത്തില് ഭയങ്കരനായ കലി ബാധിച്ചതിനാൽ എന്തുണ്ടായി? വേദത്തിൽ വിശ്വാസമില്ലാത്തവരായ, ഒന്ന് ശ്രദ്ധിച്ചോളൂ, തത്ര ഘോര കലേഹ യോഗാൽ, ആ കലിയുടെ സംയോഗം കൊണ്ട്, ബന്ധം കൊണ്ട് അവിടെ പാഖണ്ഡൈ ഖണ്ഡിതാംഗക. പാഖണ്ഡൈ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഈ പാഖണ്ഡന്മാർ എന്ന് പറയുന്നൊരു വിഭാഗം, അതായത് വേദത്തിൽ വിശ്വാസമില്ലാത്തവരെയാണ് പാഖണ്ഡന്മാർ എന്ന് പറയുന്നത്.
പാഖണ്ഡന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വേദത്തിൽ വിശ്വാസമില്ലാത്തവർ, പാഖണ്ഡന്മാർ. പാഖണ്ഡൈഹി ഖണ്ഡിതാംഗക, എന്റെ അവയവങ്ങളെ മുറിപ്പെടുത്തി. ഭക്തിയുടെ അവയവങ്ങളെ, ഭക്തിദേവിയുടെ ശരീരത്തെ മുറിപ്പെടുത്തി. ആര്? വേദത്തിൽ വിശ്വാസമില്ലാത്തവരായ പാഖണ്ഡന്മാർ. ദുർബലയായ ഞാനും, അടുത്തത് കേട്ടോളൂ, ദുർബലാഹം, അഹം, ദുർബലാഹം, ചിരായാത, അങ്ങനെയും പറയാറുണ്ട്. പിന്നെ ചിരം യാത, ചില ഗ്രന്ഥങ്ങളിൽ ചിരായാത എന്നുണ്ടാകും. ചിരം യാത പുത്രാഭ്യാം സഹ മന്ദതം. ദുർബലയായ ഞാനും, അതായത് ക്ഷീണിച്ച് തളർന്ന് എല്ലാം നഷ്ടപ്പെട്ട് ജീർണാവസ്ഥയിലെത്തിയ ഞാനും എന്റെ 2 പുത്രന്മാരും എന്റെ 2 മക്കളും ചിരം യാത പുത്രാഭ്യാം സഹ മന്ദതാം. എന്റെ 2 പുത്രന്മാരും അധികകാലം അശക്തന്മാരായിരുന്നു. ഞാനും എന്റെ 2 പുത്രന്മാരും. ആരൊക്കെയാണ് ഈ 2 പുത്രന്മാരെന്ന് മനസ്സിലായോ ഇപ്പോഴും? ആരൊക്കെയാ? ജ്ഞാനവും വൈരാഗ്യവും. ഭക്തിയുടെ 2 മക്കളും ഭക്തിയും പൂർണ്ണമായിട്ടും ക്ഷയിച്ചുപോയി. എഴുന്നേൽക്കാൻ പറ്റാതെ, നടക്കാൻ പറ്റാതെ, സഞ്ചരിക്കാൻ പറ്റാതെ, കലിയുടെ പ്രഭാവം കൊണ്ട് ആ ഭക്തി തീരെ ക്ഷയിച്ചുപോയി ഗുജറാത്തില്. അതാണ് സംഭവിച്ചത്. ഈ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കുക. ഞാൻ ദ്രാവിഡ രാജ്യത്തിൽ ജനിച്ചു, കർണാടകത്തിലെ വളർന്നു, മഹാരാഷ്ട്രത്തിൽ ചിലയിടങ്ങളിൽ എനിക്ക് പുഷ്ടിയുണ്ടായി. ഗുർജര രാജ്യത്തിലെത്തിയപ്പോൾ ഞാൻ ജീർണതയായി. കാരണം അവിടെ സമാഗമം ആരാണ് തയ്യാറായിട്ടുണ്ടായത്? കലിബാധയുണ്ടായത് കൊണ്ട്, ഭയങ്കരനായ കലി ബാധിച്ചത് കൊണ്ട് എനിക്കവിടെ ജീവിക്കാൻ പ്രയാസമായി. എന്റെ ശരീരത്തെ വേദങ്ങളിൽ വിശ്വാസമില്ലാത്ത അവരെ മുറിവേൽപ്പിച്ചു. എനിക്കും എന്റെ കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ അവിടെ വെച്ച് തളർന്നുപോയി. അധികകാലം അവിടെ ഇങ്ങനെ തളർന്നു കിടക്കുകയാണ് ഉണ്ടായത് എന്ന് ഭക്തിദേവി പറയുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടത്, എവിടെയാണ് ഭക്തിദേവി ജനിച്ചത്? ഭക്തിദേവി എവിടെയാണ് ജനിച്ചത്? ഉൽപ്പന്നാദ്രവിടേ. ഭക്തിദേവി ജനിച്ചത്, ഭക്തി ജനിച്ചത് ദ്രാവിഡത്തിലാണ്, അല്ലെങ്കിൽ ദ്രവിഡ ദേശത്ത്, ദ്രവിഡ രാജ്യത്താണ്. വൃദ്ധിം കർണാടകേ. ഭക്തിദേവി വളർന്നു വന്നത് എവിടുന്നാണ്? കർണാടകത്തിൽ നിന്നാണ്. മഹാരാഷ്ട്രത്തിൽ ചിലയിടങ്ങളിൽ വളർന്നു. ജീർണിച്ചത് എവിടെ വെച്ചാണ്? തളർന്നുപോയത് ഗുജറാത്തിൽ വെച്ച്. കാരണം അവിടെ ഭയങ്കരനായ കലിയുണ്ടായിരുന്നു. ആ കലിയുടെ ബന്ധനിമിത്തം പാഖണ്ഡന്മാര് എന്നെ മുറിവേൽപ്പിച്ചു. ഭക്തിദേവിയെ മുറിവേൽപ്പിച്ചതാരാണ്? പാഖണ്ഡന്മാരാണ്, വേദത്തിൽ വിശ്വാസമില്ലാത്തവരാണ്. അപ്പോൾ ദ്രാവിഡത്തിൽ ജനിച്ചു, കർണാടകത്തിൽ വളർന്നു, മഹാരാഷ്ട്രത്തിൽ കുറച്ചുകൂടി വളർന്നു, പുഷ്ടിപ്പെട്ടു, ഗുജറാത്തിൽ ജീർണമായി, ശക്തി ക്ഷയിച്ചു, തളർന്നു. ഒരു കാര്യം ആലോചിക്കൂ. യുവതിയായ സുന്ദരിയായ ഭക്തിയുടെയും അവരുടെ 2 മക്കളായ ജ്ഞാനത്തിന്റെയും വൈരാഗ്യത്തിന്റെയും അവസ്ഥയാണിത്. ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ. ഈ ഭക്തിദേവി, ഈ ദ്രാവിഡം എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയോ? തമിഴ്നാടാണ്, അല്ലെ? ദ്രാവിഡ മുന്നേറ്റം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ തമിഴ്നാട്ടിലാണ് ജനിച്ചത്. എന്നിട്ടോ കേരളത്തിലേക്ക് വന്നതായിട്ട് പറയുന്നില്ലല്ലോ? ഇല്ല. പിന്നെ എന്താ? ആ മലമ്പ്രദേശത്തിലൂടെ നേരെ കർണാടകത്തിലേക്കാണ് പോയിട്ടുണ്ടാവുക. അപ്പൊ കേരളത്തിലേക്ക് ഭക്തി വേണ്ടതുപോലെ വന്നിട്ടില്ല. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് പലരും പറയുന്നത് തമിഴരുടെ ഭക്തി കണ്ട് പഠിക്കൂ എന്ന്. കാരണം ആ ഭാവത്തോടു കൂടിയിട്ടുള്ള ഭക്തി, അത് നമ്മൾക്ക് മനസ്സിലാക്കണം. അവിടെ നിന്നാണ് ആ ഭക്തിയിലെ ദൃഢമായിട്ടുള്ള ഭക്തി അവിടെ നിന്നും പുറപ്പെട്ടു, ജന്മം കൊണ്ടു,
കർണാടകത്തിലും മഹാരാഷ്ട്രയിലുമായിട്ട് ജീവിച്ചു, പുഷ്ടിപ്പെട്ടു, വളർന്നു വന്നു, ഗുജറാത്തിൽ ജീർണിച്ചു. അങ്ങനെയുള്ള ഭക്തി ഇനി കടക്കുന്നത് നമുക്കൊക്കെ അറിയാനുള്ള, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പോകേണ്ടുന്ന ഒരു പുണ്യസങ്കേതത്തിലാണ് ഭക്തി ഇപ്പോഴുള്ളത്. ആ ഭക്തി പറയുന്നത് എന്താണ്? ഇനി ഞാൻ ഇവിടെ വന്നു, ഈ വൃന്ദാവനത്തിൽ വന്നു. കാരണം എന്താ? വൃന്ദാവനത്തില് ആ രാധാറാണിയുടെ അതിശ്രേഷ്ഠമായിട്ടുള്ള വൃന്ദാവനേശ്വരി എന്ന് പറയുന്നത് ആരാണ്? രാധാറാണിയെയാണ് വൃന്ദാവനേശ്വരി എന്ന് പറയുന്നത്. രാധയെയാണ് വൃന്ദാവനേശ്വരി എന്ന് പറയുന്നത്. പിന്നെ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുണ്യസങ്കേതമാണ് വൃന്ദാവനം. നമ്മൾ പണ്ടത്തെ അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവന്തിക, പുരി, ദ്വാരക. അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവന്തിക, പുരി, ദ്വാരവതി ചൈവ സപ്തൈതേ മോക്ഷദായിക. നമുക്ക് മോക്ഷം നൽകുന്ന 7 പുരികളുണ്ട്, പുണ്യസങ്കേതങ്ങളുണ്ടായിരുന്നു. മോക്ഷദായകങ്ങളായ 7 പുണ്യനഗരികള്, സപ്ത പുണ്യനഗരികള്. അത് ഏതൊക്കെയാണ് എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഹരി ഓം, നമസ്കാരം.